എന്നോട് കുറെ പറയുന്നു ഹോം ടൂറിന്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഹോം ടൂറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ വീടിന്റെ കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ആലത്തൂര് കഴിഞ്ഞുചുക്കം കല്ലേപ്പുള്ളി തെക്കൂറി എന്ന് പറയും. അപ്പൊ അവിടുന്ന് മാരിയംകോല് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ലെഫ്റ്റ് ആണ്. അവിടുന്ന് റൈറ്റ് സൈഡിലുള്ള 5ാമത്തെ വീടാണ് എന്റെ വീട് എന്ന് പറയുന്നത്. ഇതാണ് എന്റെ വീട്. ഞങ്ങളുടെ എല്ലാവരും സാമ്രാജ്യം എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ പടിയൊന്നുമില്ല, ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പിന്നെ അച്ഛന്റെ പടി വെച്ച് പറഞ്ഞാൽ അച്ഛന്റെ വണ്ടിയൊക്കെ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പടി വെച്ചിട്ടില്ല, വൈകാതെ വെക്കും. അപ്പൊ നമുക്ക് ഇനി ഇങ്ങോട്ട് പോകാം. ഇതാണ് റാന്റെ BMW, റാന്റെ സൈക്കിളാണ്. റാണിയാണത് കൂടുതൽ ഓട്ടം. മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഓട്ടുന്നില്ല, കാരണം മഴയില്ലേ. വേനൽക്കാലത്തൊക്കെ ഇവിടെ നല്ലോണം ഓട്ടും, രാവിലെ വൈകുന്നേരം ഒക്കെ ഓട്ടും. ഇതിപ്പോ നമ്മൾ അപ്പൊ ഇതാ പിന്നെ അച്ഛൻ ചെടിയൊക്കെ വെച്ചാൽ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ വീടിന് ചുറ്റും അച്ഛൻ ചെടി, വാഴ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റൊന്നും പോവാം. മഴയൊക്കെ ആണ്, എന്നാലും നമ്മള് വീട് വൈകിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. ഇതാണ് അച്ഛൻ പേപ്പർ വായിക്കാൻ മെയിൻ ആയിട്ട്. അച്ഛന്റെ മെയിൻ ആണ് ഇവിടെ സിറ്റൗട്ട് എന്ന് പറഞ്ഞാൽ. അച്ഛനാണ് കൂടുതലും സിറ്റൗട്ട് ഉപയോഗിക്കുക. പേപ്പർ വായിക്കാൻ രാവിലെ ഉപയോഗിക്കും. ഞങ്ങൾ ചായ കുടിക്കാൻ വൈകുന്നേരം രാവിലെ ഒക്കെ അങ്ങനെയാണ് നമ്മൾ സിറ്റൗട്ട് യൂസ് ചെയ്യുക. അതിന് നമുക്ക് നേരെ നമ്മളെ ഹാളിലേക്ക് പോവാം. ഇതാണ് ഹാള്. അവിടെ സോഫ, അങ്ങനെ കുറച്ച് TV അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ലച്ചുവിന്റെ സാമ്പ്രാജ്യം. ലച്ചു ഇവിടെ നീന്തി കളിച്ചോണ്ടേയിരിക്കും. അപ്പൊ ഇതാ അവിടെ TV വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹോം തിയേറ്റർ, അത് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ സോഫ, പിന്നെ ഇതാ ഇവിടെ കുറെ ഷോക്കേസ്. ഞങ്ങൾ കുറെ ഫോട്ടോ ഉണ്ട് കാണിച്ചു ചെറുപ്പത്തേക്കുണ്ട്. ഇതില്ലേ ലച്ചുവിന് ഞങ്ങൾ ചോറ് കൊടുക്കാൻ പോയപ്പോ എടുത്തതാണ്. എല്ലാവരും ഉണ്ട് ഇതിലേക്ക്. എന്നെ ഇതാ അവിടെ മലമ്പുഴയ്ക്കൊക്കെ പോയപ്പോ അവിടെ വെക്കട്ടെ. മലമ്പുഴയ്ക്കൊക്കെ പോയപ്പോ വീണു, അത് അവിടെ ഇരിക്കട്ടെ. മലമ്പുഴയ്ക്കൊക്കെ പോയപ്പോ എടുത്തതാണ്. ഇത് അമ്മയും അച്ഛനും ഉള്ളത്. പിന്നെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉള്ളതാണ്. പിന്നെ അത് അച്ഛനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എവിടേക്ക് പോയതാണ്. പിന്നെ അതാ ഞാൻ ചെറുപ്പത്തിലുള്ള കളറാണ്. പിന്നെ അത് അച്ഛപ്പാപ്പനാണ് കേട്ടോ. അച്ഛപ്പാപ്പന് വാണിമൂട് നിൽക്കുന്നത്. പിന്നെ ഇതാ അത് മേമ്മയുടെ ഫോട്ടോ, അവിടെയുണ്ട് മേമ്മയുടെ ഫോട്ടോ. ഇവിടെ മേമ്മയുടെ കല്യാണം കഴിഞ്ഞ് വണ്ടിയിൽ ഒട്ടിച്ചതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഈ ഗ്ലാസ്സിൽ കൊണ്ടേ ഒട്ടിച്ചു. പിന്നെ ഇതാ ഇവിടെ അച്ഛൻ മീനൊക്കെ വളർത്തുന്നുണ്ട്. ഈ ഇടയ്ക്ക് അച്ഛനൊരു ആമയെ കൊണ്ടിട്ടാ. ഇതാ ആമയെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ അക്കൂറിയാണ്. അച്ഛൻ ഇങ്ങനെ മീനിനെയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളുടെ പൂജാ റൂമാണ്, ചെറിയൊരു പൂജാ റൂമാണ്. അതാ പൂജാ റൂമാണ്. ഇതാ അവിടെ കൃഷ്ണന്റെ വിഗ്രഹം അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില്ലേ സ്പീക്കറാണ്. ഇതിങ്ങനെ ഓം എന്നൊക്കെ പറയുന്നതാണ്. അമ്മ രാവിലെ വർക്ക് കൊളുത്തിട്ട് ചില സമയത്ത് ഇത് വെക്കും. പിന്നെ അതാണ്. പിന്നെ കുറച്ച് ബുക്കൊക്കെ ഉണ്ട്. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അതിന് കുറച്ച് ബുക്കൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാനും വായിക്കും, അമ്മയും വായിക്കും. അപ്പൊ പിന്നെ ഇതിന് മുകളിൽ താഴെ കുറച്ച് ബുക്കൊക്കെയാണ് കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ കുറച്ച് സാമ്പ്രാണി, കണ്ടൻസി അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഇതെവിടെയാണ് വിളക്ക് വെക്കുക. പിന്നെ ഇവിടെ വിളക്ക് തുടയ്ക്കാനുള്ള തുണിയാണ്. പിന്നെ മൈപ്പീലി ഉണ്ട്, അച്ഛൻ കൊണ്ടുവന്നതാണ്. വെണ്ണമൊന്നും അറിയില്ല, മൈപ്പീലി അച്ഛൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് കൂളറാണ്. ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് കൂളറൊന്നും അധികം ഇട്ടില്ല, ഭയങ്കര തണുപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് കൂളർ ഇവിടെ ജസ്റ്റ് വെച്ചിരിക്കുകയാണ്. വേനൽക്കാലത്ത് എടുത്തിട്ടാണ്. ഇത് ലച്ചുവിനെ എങ്ങനെ ഇടുന്ന നോക്കാനാണ്. ഇതും ലച്ചുവിനെ ഇടുന്നത് തന്നെയാണ്. ഇത് അമ്മ മറ്റേ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വേഗം തെറ്റാം. അപ്പൊ കുട്ടീനെ നോക്കാൻ ഇപ്പൊ അമ്മ അടുക്കളയിൽ ഇരിക്കുമ്പോ ഇവിടെ കുട്ടീനെ ഇരുത്തിയിട്ട് ബാറ്റൊക്കെ ഇട്ട് പറഞ്ഞാൽ അവൾ അറിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് അവൾ കുട്ടീനെ ഇരുത്തിയിട്ട് അടുക്കളയിൽ വെച്ചിട്ട് ഇങ്ങനെ കളിപ്പിച്ചോണ്ട് നമുക്ക് ജോലി ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് ഇതിലിടും. സോറി, ഇതിൽ വെക്കും കുട്ടീനെ. അപ്പൊ ഇത് ലച്ചുവിന്റെ അടുക്കള വാക്കാണ്. ഇപ്പൊ അധികം ഇവിടെ ഇതിൽ ഇരുത്താറില്ല, കാരണം ഇതുകൊണ്ട് ഓടിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ട് അച്ഛനോട് പേപ്പർ വായിക്കും. ഇവിടേക്ക് വന്നിട്ട് അവൾ അങ്ങനെ മത്സ്യം വെച്ച വീഴാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീട്ടിലിരുത്തി. പിന്നെ അവിടെ കുറച്ച് ബോർഡ് ലച്ചുവിന്റെ അങ്ങനെയുള്ളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നേരെ അമ്മയുടെ റൂമിലേക്ക് പോവാം. അമ്മയും അച്ഛനും ഇവിടെയാണ് കിടക്കുന്നത്. അവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന വാഷ് ബേസിൻ. നമുക്ക് ഇതാണ് അമ്മയും അച്ഛനും ലച്ചു കിടന്നുറങ്ങണ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെ ലച്ചു ആദ്യം ഞാനും റാണിയും എല്ലാരും ഇവിടെ തന്നെ കളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇട്ടതാണ്. പിന്നെ എനിക്ക് ഇവിടെ കുറെ കണ്ടപ്പോ ആദ്യം പേടിയുള്ളൂ. പിന്നെ പേടിയൊന്നും ഇല്ല അത്രേ. അപ്പൊ അതുകൊണ്ട് ഞാനും മുകളിലാണ് കിടക്കുക. റാണി പിന്നെ ഇന്ന സ്ഥലത്തൊന്നും ഇല്ല കിടക്കണത്. എനിക്ക് അങ്ങോട്ടും കിടക്കും, ഇടയ്ക്ക് മുകളിൽ എന്നോടെയും വന്ന് കിടക്കും. ഇതാണ് റൂം. പിന്നെ ഇത് റൂമാണ്. ഇവിടെ ഈ റൂമിന്റെ ബാത്റൂമാണ്. പിന്നെ അതൊക്കെ ഡ്രസ്സൊക്കെ വെക്കുന്നത് അലമാറ, അതൊക്കെ ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് പുതർത്തും കുറച്ച് ലച്ചുവിന്റെ ഡ്രസ്സൊക്കെ ഇടുന്ന കൊട്ട അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അച്ഛൻ ഷർട്ട് നോക്കാൻ വേണ്ടിട്ട് ഇട്ടതാണ്. അച്ഛൻ ഷർട്ട് ഇങ്ങനെ ഇടാനും ഇങ്ങനെ ഹാങ്ങറിൽ നോക്കിയിടാൻ. പിന്നെ കുറെ തൊപ്പിയൊക്കെ ഉണ്ട്. അച്ഛൻ വിയറ്റ്നാമിലേക്ക് പോയില്ല അന്ന്, അപ്പൊ കൊണ്ടുവന്നാണ്. വീട്ടിലേക്ക് പോയി. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും പഠിക്കൊന്നുമില്ല. ഞാൻ എന്റെ ഉള്ളിൽ നിന്നിട്ടാ പഠിക്കാം. റാണി പിന്നെ ഇന്ന സ്ഥലത്തൊന്നുമില്ല. അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ട് അമ്മ അടുക്കളയിൽ പോകുമ്പോൾ അവളെ അവിടെ പിന്നാലെ പോകും. അങ്ങനെയാണ്. ഇവിടെ പിന്നെ അമ്മയുടെ ഒരു മരുന്നും ലച്ചുവിന്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുള്ളൂ. അപ്പൊ അങ്ങനെ അധികം ഒന്നും യൂസ് ചെയ്ത്. പിന്നെ ഇതാണ് തൂക്ക്.
ലച്ചുവിന്റെ തൂക്കാണ്. ലച്ചു ഇതിലാണ് കണ്ട ആള്. ഞാന് ആദ്യത് തറവാട്ടിലാണ്. അപ്പൊ ഈ വീട് കെട്ടിയിട്ടുണ്ടായിട്ടില്ല. റാണി തറവാട്ടിലായിരുന്നു. ഞങ്ങൾ രണ്ടാളൊക്കെ തറവാട്. അപ്പൊ ഈ വീട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും തറവാട്ടിലാണ്. അപ്പൊ ലച്ചു ഇന്ന് കാണുമ്പോ ഞങ്ങൾ ആ സമയത്താണ് അന്നൊക്കെ തറവാട്ടിൽ നിന്നിട്ടാണ്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിൽ പോവാം. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഹാൾ. ഒരു ചെറിയ ഡൈനിങ് ഹാൾ. 4 ചെയറൊക്കെയുള്ള ഡൈനിങ് ഹാൾ. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഇവിടെ ഗസ്റ്റ് ഒക്കെ വന്നാലേ ഇത് കഴിക്കുള്ളൂ. അച്ഛന് പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് കഴിക്കില്ല. ഞങ്ങൾ പിന്നെ സോഫയിൽ അച്ഛൻ ഇങ്ങനെ ചന്ദനമാർക്ക് ഇരുന്ന് തന്നെ കഴിക്കണം. താഴെ ഹാൾ വെച്ചിട്ട് തന്നെ അച്ഛൻ കഴിക്കുള്ളൂ. പിന്നെ ഞങ്ങൾ സോഫയിൽ അമ്മയും അതേപോലെ തന്നെ. പിന്നെ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇതാ ഈ സംഭവം എന്തിനാണ് ഇത്രയും സാധനങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്റെ അച്ഛൻ ബിസിനസ് ആണ്. മലയാളത്തിൽ പറഞ്ഞ കച്ചവടമാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അച്ഛൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് അച്ഛൻ ബിസിനസ് ചെയ്യുക. പിന്നെ ഇതാ ഫ്രിഡ്ജ് അടുക്കളയിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ചതാണ് ഫ്രിഡ്ജ്. നമുക്ക് നേരെ റാണ്ട് നോക്കിക്കോ. റാണ്ട് നോക്കിക്കോ റാണിയെ പറയുന്നത്. റാണ്ട കുറെ ലീലാവിലാസങ്ങളൊക്കെ ഉണ്ട്. റാണി ഇതാ കണ്ടോ ഇവിടെ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റാണിയുടെ റൂം. ഇതാ ചെറിയ റൂം തന്നെയാണ്. ഇതാ അവിടെ ചെറിയ കുട്ടി ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അലമാറ. ഞങ്ങളുടെ എല്ലാവരുടെ റൂമിൽ ഇങ്ങനെ ആ സംഭവത്തിൽ ഒരു പ്ലൈവുഡ് കൊണ്ട് വെച്ചിട്ടില്ല. അത് തന്നെ ഉണ്ട് അലമാറ. പക്ഷെ ഇവളുടെ റൂമിൽ എന്ന് പറഞ്ഞാൽ അലമാറ അങ്ങനെ വെച്ചിട്ടില്ല. അവളുടെ അങ്ങനെ ഷോക്കീസ് പോലത്തെ. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ റൂം അലമാറ ഇവിടെ കൊണ്ട് ഇട്ടതാണ് അവളുടെ പരാതി തീർക്കാനായിട്ട്. പിന്നെ അമ്മ ചെറുതായിട്ട് തെറ്റും. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ വിഷയം ഇവിടെ ഇരിക്കണം. അതിന് വേണ്ടി റാണി നമുക്ക് ഒരേ അടിയായിരിക്കും ഇവിടെ. റാണ്ട് പോകും അമ്മ കുട്ടിയുടെ വെട്ടി തുണിയൊക്കെ ഇട്ടിട്ടൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മ ഇടയ്ക്ക് കുട്ടിയെ കൊടുത്തിട്ട് ചില സമയത്ത് ഇവിടെ ഇങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അമ്മ ഏതാണ്ട് തല്ലൊക്കെ കൊടുക്കും. പിന്നെ ആദ്യം എനിക്ക് മോളിലായിരുന്നു. മോളിന്റെ ഹാളിലായിരുന്നു. അപ്പൊ അത് ഇവിടെ കൊണ്ട് ഇട്ടതെന്താന്ന് പറഞ്ഞാല് മോളിലേക്ക് ഇത്രയും സ്റ്റെപ്പ് കയറി പോണ്ടേ. അപ്പൊ മോളിൽ പോയി അമ്മ ഒന്ന് ഇരിക്കും വിളിക്കാം. അച്ഛൻ 5 വിളിക്കും. അപ്പൊ അമ്മക്ക് ഇറക്കി വരണ്ടേ. അമ്മക്ക് ഇറങ്ങി വരട്ടെ. പിന്നെ അവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ കുഞ്ഞി മോളിക്കും വിളിക്കും. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഇറങ്ങി അന്ന് കാല് കഴിച്ചാൽ മതി. അപ്പൊ അമ്മ എന്ത് ചെയ്തു റാണ്ട് മുമ്പിക്കൊണ്ടിട്ടു ഈ സാർ. അപ്പൊ അച്ഛൻ 5 വിളിച്ച് അമ്മയ്ക്ക് ഇവിടെ ഞാൻ പോവാലോ. എന്നിട്ട് ഇവിടെ വന്നിരിക്കാലോ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇതിനുള്ളില്ലേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വളർത്തി കുളത്തിക്കുന്നതാണ് തീ. ഇത് രണ്ടേ കുറിച്ച് കുളത്തി വെക്കും. ദൈവം ഇതൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് കുളത്തി വെക്കും. അമ്മ അതൊക്കെ കണ്ടു വന്നാല് ഇതെടുത്ത് പോയിട്ട് നമ്മുടെ മുകളിൽ കൊണ്ടിരിക്കും. അട്ടപ്പെട്ടിക്ക് അവിടെ ആയിരിക്കും. അട്ടപ്പെട്ടി ഇങ്ങനെ കിളത്തി വെച്ചാൽ ഇടയ്ക്ക് വെക്കും. നമ്മള് കുറെ പറയും. എന്നാലും അവിടെ ചെയ്തോണ്ടേ. പിന്നെ അവിടെ എന്താണ് പഠിക്കുക. എപ്പോഴെങ്കിലും കൂടി പഠിക്കും. പിന്നെ അവിടെ ക്ലേ പഠിക്കാം. ക്ലേ ഒക്കെയാണ് കുട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ് പഠിക്കും. പിന്നെ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും പഠിക്കുന്ന അവിടെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കും. ഇത് അവിടെ കുറച്ച് തുണികളൊക്കെ. പിന്നെ അതിന്റെ അച്ഛൻ്റെ കുറച്ച് കച്ചവടത്തിന് പോകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് റൂമാണ് ഇവിടെ. മറ്റൻ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അമ്മ സോമരത് ഇതാണ് ഗായ്സ് കിച്ചൺ. ഇവിടെ നമ്മുടെ പരീക്ഷണശാല എന്നൊക്കെ പറയാം. അതേപോലെയാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഞങ്ങളും അമ്മ ഓർക്ക് പരീക്ഷിച്ച് ഉണ്ടാക്കിക്കൊണ്ട് തരും. ഞങ്ങളാണ് പരീക്ഷണ വസ്തുക്കള്. ഞങ്ങളത് കഴിക്കും. പിറ്റേ ദിവസത്തെ അവസ്ഥ നിങ്ങളത് പറയണ്ട. പിറ്റേ ദിവസം ആയാലും അറിയുള്ളൂ. പിന്നെ ഇതാണ് ഗ്യാസ്. അമ്മ ഇതിൽ ഗ്യാസ് വരുന്നത്. പിന്നെ നമ്മുടെ ഫിൽറ്റർ ഉണ്ട്. ഇത് ഇവിടുത്തെ വെള്ളം ഭയങ്കരമായിട്ട് പൊടിന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അങ്ങനെ വെച്ചത്. കുറെ ഫിൽറ്റർ വെച്ചിട്ട്. പിന്നെ ഇതാണ് പാത്രമൊക്കെ കഴിക്കുന്ന വാഷ് ബേസ്. ഇവിടെ ചോറൊക്കെ വാർത്തിട്ട് ഇവിടെ ചോറ് വെക്കുക. പിന്നെ പാത്രം കഴുകിയ വെള്ളം പോകുന്നത്. പിന്നെ എക്സ്ട്രാ ഗ്യാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളി ചക്കക്കുരു അങ്ങനെ ഉള്ളി പിന്നെ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ് ആണ്. കാരണം അടുക്കളയിൽ പെട്ടെന്ന് പൊടിയാണ്. അപ്പൊ അവർക്ക് ഇടാനായിരിക്കും. പിന്നെ ഇവിടെ കുപ്പി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കുപ്പി ഗ്ലാസിന്റെ ബ്രഷും. പിന്നെ ഇതിങ്ങനെ പൊടികളാണ്. ഇങ്ങനെ കുറെ പൊടികളൊക്കെ വെച്ചിരിക്കണം. ഇവിടെ അതേപോലെ തന്നെ മല്ലി അങ്ങനെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ അടുക്കളയിൽ. നമുക്ക് നേരെ എന്റെ മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോവാന്ന് പറഞ്ഞാ മുകളിലേക്ക് ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. അറ്റോട് ഞാൻ ഒരു ലിഫ്റ്റ് ഒക്കെ വെക്കാൻ പറയണം. എന്താ ചെയ്യാ. അപ്പൊ മുകളിലേക്ക് ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. ഇതാ കോണിംഗ് ബെല്ല്. കോണിംഗ് ബെല്ല് എന്തിനാ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങള് രണ്ടാളും രാവിലെ റോക്കറ്റിന് എണീത്താനാണ്. ഇവിടെ അച്ഛനൊക്കെ എണീറ്റാൽ തകടാന്ന് അടിക്കാനൊക്കെ തുടങ്ങും കോണിംഗ് ബെല്ല്. അപ്പൊ മുകളിൽ ഞങ്ങൾ എണീത്താനാണ്. പിന്നെ ഇങ്ങനെ എന്തിനാ താഴേക്ക് വിളിക്കാൻ. നമുക്ക് ഇടയ്ക്കൊക്കെ വിളിച്ചാൽ അവർക്ക് തൊണ്ടാക്കി പോയില്ലേ. അപ്പൊ അതൊന്ന് കോണിംഗ് ബെല്ല്. ഇവിടെ ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല എത്ര ഉണ്ട്. അപ്പൊ ചെടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇതിന് പേര് കറക്റ്റ് എനിക്ക് അറിയില്ല. പിന്നെ ഇവിടെ കുറെ ഒരുപാട് ഇങ്ങനെ വെളിച്ചുണ്ടാവുന്ന മഴക്കാലമായിരുന്നു. ഇവിടെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നല്ല വെളിച്ചം. താഴേക്ക് ഇങ്ങനെ ചെറിയ ഇട്ട് പോലെ കിട്ടും. പിന്നെ റാണിയുടെ ബോംബുന്റെ കഷ്ണങ്ങൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരഞ്ഞ വെച്ചിട്ടുണ്ട്. ഭംഗി വെച്ചിരിക്കും. രസമുണ്ട്. റൂമിൽ എച്ച് ചെമ്പോ കെട്ടുകൾ നോക്കുമ്പോ എല്ലാം പോണേ. കുറച്ച് അവൾ എണീറ്റ് അവിടെ നിൽക്കാൻ നല്ല കിട്ടും. ഇതാണ്
ഇതെന്റെ ബെഡാണ്. ഇവിടെയാണ് ഞാൻ പഠിക്കുക. ഇവിടെ കുറെ വാച്ചും പിന്നെ കുറച്ച് സാധനങ്ങൾ ഡിക്ഷണറി ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് നോക്കാനാണ്. പെന്നൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ മുമ്പിൽ പിന്നെ മൈക്കൊക്കെ എന്തോ കിട്ടാൻ വേണ്ടി കിട്ടിയതാണ്. ലച്ചൂര് കളിക്കാനാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ നമ്മുടെ ഇന്ത്യന്റെ വേൾഡ് മാപ്പും ഇന്ത്യൻ മാപ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് രാവിലെ എടുത്ത് നോക്കാം. ഇതിന് വേണ്ടി വേറെ സമയം കണ്ടെത്തണ്ടാന്ന് വേണ്ടിട്ടാണ് ഇത് പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ രാവിലെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈൻഡിൽ കിട്ടുമല്ലോ. പിന്നെ ഇതാണ് എന്റെ കണ്ണാടി ഗൈസ്. കണ്ണാടി ഇരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ എനിക്ക് തുണി പിന്നെ കുറച്ച് റെഡി ആവാനുള്ള സാധനങ്ങളും അതിന്റെ ഉള്ളു. പിന്നെ ഇവിടെ ബെഡ്ഷീറ്റും പിന്നെ കുറച്ച് നിയമൊക്കെയാണ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചത് ഉള്ളില് ഇതാ കുറച്ച് സ്കെച്ചും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇതാ കണ്ടോ, നീ കുറെ എനിക്ക് സെല്ലോ ടേപ്പ് അങ്ങനെ വേറെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി വർക്ക് സ്കൂളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ കുറച്ച് വായിക്കാനുള്ള ബുക്കൊക്കെ ഉണ്ട്. പിന്നെ കുറെ ഞാനിങ്ങനെ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊക്കെ ഇടയ്ക്ക് പിന്നെ വെറുതെ എനിക്ക് നമ്മൾ എന്താ ചെയ്യാ. അപ്പൊ അതുകൊണ്ട് പേജിലുള്ള കുറച്ച് ബുക്കൊക്കെ കുറെ പേജ് ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ഞാൻ വയ്ക്കാവുന്നതുണ്ട്. ഇവിടെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമാണ്. ഈ കമ്പ്യൂട്ടർ വെക്കുന്നത് എന്തോ ആണ് സംഭവം. ഞാൻ എന്റെ റൂമിലേക്ക് പഠിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടു. പിന്നെ ഇവിടെ ബാഗ് പിന്നെ ബെഡ് പറഞ്ഞല്ലോ. പിന്നെ ഇതാണ് എന്റെ റൂമിന്റെ ബാത്റൂം. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും റാണ്ട കുക്കിന് നമ്മുടെ ബെഡ്റൂം പേപ്പർ കാണിച്ചിട്ടില്ലേ വെയിറ്റ്. ഇതേപോലെ എനിക്ക് പിങ്കാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ പിങ്ക് എടുത്തു. അവളെ കണ്ട അടി ഉണ്ടാക്കും. പിന്നെ ചാർജർ പിന്നെ അതൊക്കെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ റൂമില് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മോളത്തെ ഹാളിൽ പോകും. അതിന് മുമ്പ് ഈ ഒരു ലൈബ്രറി ജസ്റ്റ് ലൈബ്രറി പോലെ സംഭവമാണ്. ഇതിൽ ഞാൻ 5 മുതൽ തൊട്ടുള്ള എന്റെ പഴയ ബുക്കൊക്കെ ഉണ്ട്. നമ്മുടെ പിന്നെ അമ്മ ആദ്യം PSC ഒക്കെ പഠിക്കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ PSC ഉള്ള കട്ടിയുള്ള ബുക്കൊക്കെ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇല്ലേ ഈ വർക്ക് ഏരിയ ഇതിന് കുറച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തുണിയൊക്കെ ഉണക്കാൻ നിൽക്കണം. ഭയങ്കര കുറച്ച് ബോറാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമേ ഇടും. അതുകൊണ്ട് നമ്മൾ അത് കാണിക്കണില്ല. ഇതാണ് ഹാള്. അപ്പൊ ഹാളില് ഇതാണ് ഹാള്. ഇട്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് കുറച്ച് അടിക്കാൻ തുണിയാണ്. കുറച്ച് അടിച്ചിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അച്ഛനെ കൊണ്ടുവന്നത് മഴക്കാലത്ത് കിണാനുള്ള തൊപ്പിക്കോ അത് കൊടവൻ പിടിയാണല്ലോ. അത് മഴക്കാലത്ത് ചെടിയിലേക്ക് നനഞ്ഞ പോകുമ്പോ ചെടി നനഞ്ഞാൽ പോകുന്ന ഇങ്ങനെ കുറച്ചൊക്കെ പല്ലിലേക്ക് മുകളിലേക്ക് അച്ഛനിടും. പിന്നെ ഈ റാണിന്റെ ബാഗാണ്. ഇടയ്ക്ക് റാണിയോട് അടി ഉണ്ടാക്കി ഇടയ്ക്ക് റാണി പോകുന്നതിന് പെട്ടു. അപ്പൊ ഞാൻ അടി ഉണ്ടാക്കി പറഞ്ഞാൽ അവള് ബാഗ് കൂടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഈ കുഞ്ഞുവായ അമ്മ വന്നിട്ട് വിഷയം അടിച്ചിട്ടുമ്പോ ഇതിനായിട്ട് നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അമ്മ ഇവിടെ കുഞ്ഞുവായിട്ട് കട്ടിട്ട് അമ്മ നോക്കുക. പിന്നെ എന്താ പറയാ, പിന്നെ ഓഫീസ് ഓഫീസൊക്കെ ഉള്ളു. അതില് കുറച്ച് എന്തെങ്കിലും കറപ്പറ എന്താ ഞങ്ങളുടെ കുഞ്ഞ് വീട് ഒഴിച്ചതോ അറിയില്ല. ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയാണ് ഞാൻ മഴ നനഞ്ഞിട്ട് കൊണ്ടിരിക്കുകയാണ്. കേട്ടോ ഇതാണ് സിറ്റ് മോളത്തെ. പിന്നെ അവിടെ ചെടി കണ്ടോ. ഇതാ വള്ളത്തിൽ കൂടി പേര് ലില്ലിപ്പൂവാ. എനിക്കറിയില്ല. മഞ്ഞപ്പൂ അതിങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ്. ഇതിനുള്ള അക്കോറി പഴയതാണ്. വേറെ അക്കോറി താഴെ വെച്ചിട്ടില്ല. അതിന് മുമ്പുണ്ടായിരുന്നാണ്. ഇപ്പൊ അതങ്ങനെ ഉപയോഗിക്കാതെ. അപ്പൊ അതവിടെ വെച്ചിരിക്കുകയാണ്. മഴയാണ്, ഭയങ്കര മഴയുണ്ട് വെളിയില്. ഇവിടെ നോക്കണം അലോവേറ. ഇതിൽ കൂടെ കാണുന്നുണ്ട് അലോവേറ. അലോവേറ ഒക്കെ അച്ഛൻ തന്നെയാണ് അവിടെ നട്ടിരിക്കുന്നത്. പിന്നെ അവിടെ സൈഡിലൊക്കെ പിന്നെ ഇങ്ങനെ അക്വേറിയത്തിന്റെ കല്ലില്ലേ അതൊക്കെ ചക്കൻ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അച്ഛൻ അങ്ങനത്തേക്ക് വളരെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ അവിടെ ക്ലേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ രണ്ട് അടി കിട്ടുന്നുണ്ട്. മണ്ണൊക്കെ ഉണ്ടാകും മഴക്കാലത്ത്. അപ്പൊ ഇവിടെ ക്ലേ കഴിയും നമ്മുടെ രണ്ട് അടി കിട്ടും. പിന്നെ മാമി ഇടയ്ക്ക് വന്ന് ചീത്തയൊക്കെ പറയും. ഇവിടെ ക്ലൈം സാധനങ്ങളാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മഴയായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങണില്ല. ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. കുറച്ച് ചെടികളോ അങ്ങനത്തേക്കേ ഉള്ളൂ. മുകളിലേക്ക് പോണോ നമുക്കിനി? വേണ്ടല്ലോ. മുകളിൽ പറഞ്ഞാൽ അമ്മമ്മടെ കൊപ്പറ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് ഏറ്റവും മുകളിൽ ഇപ്പൊ കാണിച്ചു തരുന്നത് മഴയില്ലേ. അതുകൊണ്ടാണ് മുകളിൽ എന്താ പറഞ്ഞാല് അമ്മമ്മ മെയിനായിട്ടാണ്. അമ്മമ്മടെയാണ് അവിടെ എന്ന് പറഞ്ഞാല് അമ്മമ്മ ഇങ്ങനെ തേങ്ങയില്ലേ, തേങ്ങക്ക് വേനൽക്കാലത്ത് ഉണക്കാനിട്ട് എന്നിട്ട് എണ്ണയാക്കാനൊക്കെ ഉണക്കാനിട്ടാണ് അമ്മമ്മ മോള് യൂസ് ചെയ്യുക. അത്രേനേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ വീട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കുറവുകളോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അതും കമന്റ് ആയി പറയാം. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിലെ കുറവുകളൊക്കെ തിരിച്ച് അടിപൊളിയാക്കാനാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കാണാം.